വിദ്യാഭ്യാസം ചെയ്ത ഒരു യുവാവ് ഉപജീവനത്തിന് വേണ്ടി ഒരു വ്യാപാരം ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് ലോണുമൊക്കെ എടുത്ത് നല്ലൊരു കടമുറി സംഘടിപ്പിച്ച് അതിൽ വ്യാപാരം തുടങ്ങി. കുറേ നാൾ ആ വ്യാപാരം അങ്ങനെ പോയി കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വ്യാപാരം കുറയാൻ തുടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കച്ചവടം കുറവായി തുടങ്ങി. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കാതെയായി. കടമൊക്കെ കൂടിക്കൂടി വരാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് കടം കൂടുമ്പോൾ, പ്രയാസം ഉണ്ടാകുമ്പോൾ കൂടുതൽ ആത്മീയ മേഖലയിലേക്ക് വരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്, പലരെയും വിളിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിക്കുന്നുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടും ഈ വ്യാപാരം മുന്നോട്ട് നല്ല നിലയിൽ പോകുന്നില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെയും ഭംഗിയായിട്ട് നടക്കുന്നുമില്ല. പ്രതിസന്ധികൾ ഒന്നൊന്നായിട്ട് വരുന്നുണ്ട്. മാസം മാസം വാടക കൊടുക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, യാത്ര ചെലവുണ്ട്, വസ്ത്രത്തിന് ചെലവുണ്ട്, ഭക്ഷണ ചെലവുണ്ട്. ഈ കാര്യങ്ങളൊക്കെയും ഭംഗിയായിട്ട് നിവർത്തിക്കാൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും ദോഷമുണ്ടോ, വാസ്തുവിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇങ്ങനെ പല രീതിയിലുള്ള ചിന്തകൾ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചു. അങ്ങനെ ആ കടയിൽ ചെല്ലുമ്പോൾ ഞാൻ കുറേ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. ഈ മുറിക്ക് എത്ര രൂപ വാടകയുണ്ട്, ഇതിലെന്തെല്ലാം സാധനങ്ങൾ വിൽക്കുന്നുണ്ട്, ഒരു ദിവസം എത്ര രൂപയുടെ കച്ചവടം നടക്കുന്നുണ്ട്, അതിൽ എത്ര രൂപ ലാഭമുണ്ട്, മറ്റൊരു കടയിൽ പോയി നിന്നാൽ എത്ര രൂപ ലാഭം കിട്ടും. ഒത്തിരി ചോദ്യങ്ങൾക്ക് ലഭിച്ച മറുപടി, കുറേ സാധനങ്ങൾ കടയിൽ സ്റ്റോക്കുണ്ട്, ഷെൽഫുകളെല്ലാം നിറഞ്ഞിരിക്കുന്നുണ്ട്, പക്ഷെ കച്ചവടം കുറവാണ്, ദൈനംദിനം ഉള്ള വരുമാനം കുറവാണ്, വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നില്ല. പുതിയ സാധനങ്ങൾ വാങ്ങിച്ചു നോക്കാൻ ഷെൽഫും ഇല്ല, കയ്യിൽ പൈസയും ഇല്ല. ഇതിനെക്കുറിച്ചെല്ലാം വിശകലനം ചെയ്തപ്പോൾ ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഔട്ട്ഡേറ്റഡാണ്, കാലഹരണപ്പെട്ടതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആർക്കും ആവശ്യമുള്ള സാധനങ്ങളില്ല. വർഷങ്ങളായിട്ട് വാങ്ങിച്ച് കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാലഹരണപ്പെട്ടു പോയ സാധനങ്ങളാണ്. ഇന്ന് അതുകൊണ്ട് ഉപയോഗമില്ല, അതന്വേഷിച്ച് ആളുകൾ വരുന്നില്ല. അപ്പോൾ ആളുകൾ അന്വേഷിച്ച് വരുന്ന സാധനങ്ങൾ ഈ കടയിൽ സ്റ്റോക്കില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ വരുമാനം കുറവാണ്, ലാഭം കുറവാണ്, വിൽപ്പന കുറവാണ്. അത് കടയുടെ വാസ്തുവിൻ്റെ കുഴപ്പമോ, പ്രാർത്ഥനയുടെ കുറവോ, അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളിൽ ഒരു കുറവുമല്ല. കുറവ് എന്ന് പറയുന്നത് ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി. ഒരു ദിവസം നമ്മുടെ ചെലവിന് ആവശ്യമായി ഇരിക്കുന്ന പൈസ നമുക്കുണ്ടാകണം, എന്ത് ജോലി ചെയ്താലും. അതില്ലാത്ത പക്ഷം നമ്മൾ കടം വാങ്ങി കടയുടെ വാടക കൊടുത്ത് വാടകക്കാരനെ സംരക്ഷിക്കേണ്ട, അല്ല കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനെ സംരക്ഷിക്കേണ്ടെന്നൊരു ബാധ്യതയില്ല. മാത്രവുമല്ല, കടപൂട്ടി വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ കാത്തിരിക്കുന്ന ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അവർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കട പൂട്ടുന്നതാണ് നല്ലത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കട പൂട്ടി മറ്റൊരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നതാണ് നല്ലത് എന്നുള്ള ഉപദേശം കൊടുത്തു. അധികം താമസിയാതെ അദ്ദേഹത്തിന് ആ കാര്യം മനസ്സിലായി. എല്ലാ സ്റ്റോക്കും വിറ്റൊഴിഞ്ഞ് അത് എവിടെ ചിലവാകുമോ അവിടെ കൊണ്ട് വിറ്റഴിച്ച് ആ ഒരു പ്രസ്ഥാനം പൂട്ടി വീട്ടിലേക്ക് പോയി. പിന്നീടിരുന്ന് ആലോചിച്ച് തനിക്ക് സാധിക്കുന്നത്, തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള, ചിലവാകുന്ന, ആളുകൾക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി പുതിയൊരു സംരംഭം തുടങ്ങുകയും അതിൽ അനുദിനം അഭിവൃദ്ധി പ്രാപിച്ച് സന്തോഷത്തോടെ ആ കുടുംബം കഴിയുകയും ചെയ്യും.